ഇന്നിപ്പോൾ NSSനുള്ളതെല്ലാം അത് മന്നത്ത് പത്മനാഭൻ ഉണ്ടാക്കിയതാണ്, നിങ്ങളൊക്കെ വെറും ടൂളുകൾ മാത്രമാണ്, ആ നിലയ്ക്ക് മാത്രം നിന്നാൽ മതി, അതിനപ്പുറത്തേക്കുള്ള നിലപാടുകളിലേക്കൊന്നും പോകേണ്ടതില്ല, എല്ലാവർക്കും ഇവിടെ തുല്യ പ്രാധാന്യമാണ് ഉള്ളത് എന്ന് പറയുന്നു. അതോടൊപ്പം സ്വയം ശുദ്ധീകരിക്കപ്പെടും, ഇല്ലെങ്കിൽ നിങ്ങൾ ശുദ്ധീകരിക്കുക, ഇലക്ഷന് ശേഷം ഒരു ശുദ്ധീകരണ പ്രക്രിയ നടന്നു എന്ന് സുരേഷ് ഗോപി പറയുന്നു. ഒരു പക്ഷേ അത് ഗണേഷ് കുമാറിന് സ്ഥാനനഷ്ടം സംഭവിച്ച കാര്യമൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. അങ്ങനെയാണെങ്കിൽ കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. BJP ഈ ഒരു വിഷയം വളരെ ഗൗരവത്തിൽ ഏറ്റെടുക്കുന്നു. അത് NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർക്ക് നേരെ കൂരമ്പുകളായി തൊടുത്തുവിടുന്നു. അങ്ങനെ വന്നാൽ ഇതൊരു തുടക്കമാണ്, ഇനിയും ഒരുപാട് കാണാനിരിക്കുന്നു എന്ന് കരുതണോ സജോ? ഷിഹാസ്, ഉറപ്പായും അതായത് NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായരെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള കൃത്യമായ വിമർശനവും പ്രതികരണവുമാണ് ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്നത് വളരെ കൃത്യമാണ്. അതായത് കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഉപരാഷ്ട്രപതി ചങ്ങനാശ്ശേരിയിൽ SB കോളേജിലെ പരിപാടിയിൽ പങ്കെടുക്കാനായി എത്തുന്നത്. ആ ഘട്ടത്തിൽ NSS ഹിന്ദു കോളേജിന്റെ കോമ്പൗണ്ടിലാണ് അദ്ദേഹം ലാൻഡ് ചെയ്തത്, ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്ത് അവിടെയാണ് അദ്ദേഹം ഇറങ്ങേണ്ടത്. അങ്ങനെ വരുമ്പോൾ മന്നം സമാധിയിൽ ഒരു പുഷ്പാർച്ചന കൂടി പ്ലാൻ ചെയ്യുന്നു. അങ്ങനെ ഒരു ഷെഡ്യൂൾ പോലീസ് തയ്യാറാക്കുന്നു. അതിനുവേണ്ടി സുരക്ഷാ പരിശോധനയ്ക്കായി അവിടെ പോലീസ് സംഘം എത്തുന്നു. ആ ഘട്ടത്തിൽ അവരെ അവിടെ അതിന് അനുവദിച്ചില്ല എന്നാണ്. പിന്നീട് പോലീസിന് ആ ഷെഡ്യൂൾ തിരുത്തിയിറക്കേണ്ടി വരുന്നു. അതായത് ഉപരാഷ്ട്രപതി ആഗ്രഹിച്ചിട്ടും അവിടെ പുഷ്പാർച്ചന നടത്താൻ കഴിയാതെ പോകുന്ന സാഹചര്യം രൂപപ്പെട്ടു എന്നതാണ്. അത് പിന്നീട് വലിയ തോതിൽ ചർച്ചയാവുകയും വിവാദമാവുകയും ചെയ്തു. ആ ഘട്ടത്തിൽ G. സുകുമാരൻ നായർ പറഞ്ഞ ഒരു കാര്യം, അവിടെ ഡോഗ് സ്ക്വാഡിനെ അനുവദിക്കാൻ കഴിയുകയില്ല, അതുകൊണ്ടാണ് പ്രോട്ടോകോൾ പ്രകാരമുള്ള സന്ദർശനം അനുവദിക്കാൻ കഴിയില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ അത് ആദ്യത്തെ സംഭവമല്ല എന്നതാണ് കാണേണ്ട കാര്യം. അതോടൊപ്പം സുരേഷ് ഗോപിയും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും അവിടെ മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്താൻ എത്തിയ ഘട്ടത്തിൽ അവിടെ ബജറ്റ് സമ്മേളനം നടക്കുകയാണ്. ആ പരിപാടിയിൽ ഇടയിലേക്ക് കയറി വന്നു എന്ന നിലയിൽ അതൃപ്തി പ്രകടിപ്പിക്കുകയും അതും വലിയ തോതിൽ വിവാദമാവുകയും ചെയ്തിരുന്നു. അതായത് BJPയെ സംബന്ധിച്ചിടത്തോളം, സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം NSS എന്ന സംഘടന പ്രതിനിധാനം ചെയ്യുന്ന വിഭാഗങ്ങൾക്കിടയിൽ വലിയ തോതിൽ സ്വാധീനമോ പ്രവർത്തനമോ ഒക്കെ വ്യാപിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും സംഘടനാ നേതൃത്വത്തിലേക്ക് കാര്യമായ സ്വാധീനം ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, പലപ്പോഴും G. സുകുമാരൻ നായർ അതിന് വിസമ്മതിക്കുന്ന കാഴ്ചയും കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ നീക്കത്തെ അങ്ങനെ കേവലമായ ഒരു പ്രതികരണത്തിന്റെയോ അന്നത്തെ ഒരു സംഭവത്തിന്റെയോ മാത്രം തുടർച്ചയിലുള്ള ഒരു പ്രതികരണമായി കാണാൻ കഴിയുകയില്ല. BJPയും സംഘപരിവാറും ഏതായാലും ഈ കാര്യത്തിൽ NSS നേതൃത്വത്തെ കൂടി ലക്ഷ്യമിട്ടുകൊണ്ടുള്ള നീക്കങ്ങൾക്ക് തുടക്കമിട്ടു കഴിഞ്ഞു എന്നൊരു വിലയിരുത്തലിലേക്ക് പോകേണ്ടി വരും. ശരി, സജോ ദേവസ്യാണ് വിവരങ്ങൾ നൽകിയത്. എപ്പോഴും അതോടൊപ്പം YS അഭിനന്ദനം ഉണ്ടായിരുന്നു. എപ്പോഴും എല്ലാ പാർട്ടികളോടും ഒരു തുല്യ അകലം പാലിച്ചുകൊണ്ടാണ് NSS നിൽക്കുന്നത് എന്ന് പറയുമ്പോഴും രാഷ്ട്രീയ നിലപാടുകളിൽ എപ്പോഴും BJPക്കും സംഘപരിവാറിനും എതിരായിട്ടുള്ള നിലപാടുകൾ തന്നെയാണ് NSSന്റെ നേതൃത്വം സ്വീകരിക്കാറ്. അതിന്റെ അതൃപ്തി എപ്പോഴും BJPക്കുണ്ട്. അതിനിടയിലാണ് ആ ഒരു മന്നം സമാധി സന്ദർശിക്കാൻ ആഗ്രഹിച്ച സമയങ്ങളിൽ, അല്ലെങ്കിൽ സന്ദർശിച്ച സമയത്ത് TP രാധാകൃഷ്ണനും സുരേഷ് ഗോപിക്കും CV ആനന്ദബോസിനുമൊക്കെ ഉണ്ടായിട്ടുള്ള ചില അതൃപ്തികൾ അതവരുടെ മനസ്സിലുണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് ഇപ്പോൾ പെരുന്നയ്ക്ക് പിന്നാലെ ദില്ലിയിൽ മന്നം സമാധിക്ക് ഒരു ബദൽ ഉണ്ടാക്കുന്നതും ആ ബദലുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ ചില നിലപാടുകൾ പറയുകയും അത് NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർക്കെതിരെ ആവുകയും ചെയ്യുന്നത്. ഇതിൽ വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. ഇതിനുള്ളൊരു മറുപടി ഇനി G. സുകുമാരൻ നായരുടെ ഭാഗത്തു നിന്നുണ്ടാകുമോ, ഇതെങ്ങനെയൊക്കെ ഡെവലപ്പ് ചെയ്യും എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്.